ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു വാല്യൂഡ് ബൂളിയൻ ആൽജിബ്രയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ടു ബൂളിയൻ ആൽജിബ്ര ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്ത് എന്താണ് ബൂളിയൻ ആൽജിബ്ര, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പിലുള്ള ആൽജിബ്ര ഉണ്ട് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്തുള്ള ഫസ്റ്റ് ടൈപ്പായിട്ടുള്ള ടു വാല്യൂഡ് ആയിട്ടുള്ള ബൂളിയൻ ആൽജിബ്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ ടു വാല്യൂഡ് ബൂളിയൻ ആൽജിബ്ര എന്ന് പറയുന്നത്? ഇത് ബൂളിയൻ ആൽജിബ്രയുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ രണ്ട് വാല്യൂസ് മാത്രമേ, അതായത് വാല്യൂസ് നമ്മൾ വേരിയബിൾ വെച്ചാണ് ചെയ്യുക. ഇങ്ങനെ രണ്ട് വേരിയബിൾസ് മാത്രമേ അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് മാത്രമേ നമ്മൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയുള്ളൂ. ഏതൊക്കെയാണ്? 0 ഉണ്ടായിരിക്കും, 1 ഉണ്ടായിരിക്കും. അപ്പോൾ 0 നമുക്ക് വേണമെങ്കിൽ ഫാൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോ എന്ന് പറയാം, അല്ലെങ്കിൽ ഓഫ് എന്നൊക്കെ പറയാം. പൊതുവേ 0 പറയും, അല്ലെങ്കിൽ ഓൺ ഓഫ് എന്നുള്ള രീതിയിലാണ് പറയാറ്. അതേപോലെ 1 നമുക്ക് വേണമെങ്കിൽ ട്രൂ എന്ന് പറയാം, ഹൈ എന്ന് പറയാം, ഓൺ എന്ന് പറയാം. അങ്ങനെ വോൾട്ടേജിൻ്റെ ബേസിലും കൂടിയാണ് ഇത് പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ ബൂളിയൻ ആൽജിബ്രയ്ക്ക് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സർക്യൂട്ടിനകത്തൊക്കെ അല്ലേ. അപ്പോൾ ഇത്തരം സർക്യൂട്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ വോൾട്ടേജ് ഓൺ ഓഫ് അങ്ങനെയല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ ഓഫ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. അതേപോലെ വോൾട്ടേജ് ലോ ഹൈ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ബൂളിയൻ ആൽജിബ്ര യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ടു വാല്യൂഡ് ബൂളിയൻ ആൽജിബ്രയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മെയിനായിട്ട് നമ്മളുടെ 3 ഓപ്പറേഷൻസാണ് പെർഫോം ചെയ്യുന്നത്. 3 ലോജിക്കൽ ഓപ്പറേഷൻസ്. ഒന്ന് ആൻഡ് ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, കൺജങ്ഷൻ എന്ന് പറയും. പിന്നെ ഒന്ന് ഓർ ഓപ്പറേഷനാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതും ഡിസ്കസ് ചെയ്തതാണ്, ഡിസ്ജങ്ഷൻ എന്ന് പറയും. പിന്നെ നോട്ടാണ്, അത് നെഗേഷൻ എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്. ഇതൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറുള്ളത്. സം ബേസിക് റൂൾസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ. അപ്പോൾ കുറച്ച് റൂൾസും പ്രോപ്പർട്ടീസും ലോസൊക്കെ ഉണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് നമ്മുടെ ടു വാല്യൂഡ് ബൂളിയൻ ആൽജിബ്രയിലുള്ള ബേസിക് ഓപ്പറേഷൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ആൻഡ് ഓപ്പറേഷൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിന് റൂളുണ്ട്. അതായത് രണ്ട് ഇൻപുട്ട്സും, അതായത് രണ്ട് വേരിയബിൾസിനകത്തുള്ള വാല്യൂസും 1 ആണെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് 1 ആകുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ റിസൾട്ട് 0 ആയിരിക്കും. ഇപ്പോൾ എ ആൻഡ് ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ എയും ബിയും 0 ആകുന്ന കേസിൽ എ ആൻഡ് ബി എന്താകും? 0 ആകും. എ 1ഉം ബി 0ഉം ആകുന്ന കേസിലും എ ആൻഡ് ബി എന്താകും? 0 ആകും. എ 0ഉം ബി 1 ആകുന്ന കേസിലും എ ആൻഡ് ബി 0 ആകും. എയും ബിയും 1 ആകുന്ന കേസിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? എ ആൻഡ് ബി ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 1 ആവുകയുള്ളൂ. അതാണ് ടു വാല്യൂഡ് ബൂളിയൻ ആൽജിബ്രയുടെ കേസിൽ, ആൻഡ് ഓപ്പറേഷൻ്റെ കേസിൽ നടക്കുന്നത്. പിന്നെ വരുന്നതാണ് ഓർ ഓപ്പറേഷൻ. ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട് 1 ആണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കും? റിസൾട്ട് 1 ആവും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ മതി റിസൾട്ട് 1 ആയി കിട്ടാൻ. ആൻഡിൻ്റെ കേസിൽ രണ്ട് റിസൾട്ടും 1 ആണെങ്കിൽ മാത്രമേ റിസൾട്ട് 1 ആവുകയുള്ളൂ. ഇവിടെ നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. എയും ബിയും എ ഓർ ബിയും എടുത്തു കഴിഞ്ഞാൽ എ 0 ബി 0 ആണെങ്കിൽ എ ഓർ ബി 0 ആയിരിക്കും. എ 0 ബി 1 ആയാൽ റിസൾട്ട് 1 ആയിരിക്കും. കാരണം ഏതെങ്കിലും ഒന്ന് 1 ആയാൽ മതിയല്ലോ. പിന്നെ എ 1ഉം ബി 0ഉം ആയാലും റിസൾട്ട് 1 ആയിരിക്കും. പിന്നെ എ 1ഉം ബി 1ഉം ആയാൽ റിസൾട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെയാണ് ഓർ ഓപ്പറേഷൻ്റെ കേസിൽ വരിക. നമ്മളുടെ ആൻഡ് ഓപ്പറേഷനിൽ നേരെ തിരിച്ചായിരുന്നു. രണ്ടും 1 ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? റിസൾട്ട് 1 ആയി വരുമായിരുന്നുള്ളൂ. ഇനി നോട്ട് ഓപ്പറേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അത് ഇൻവേർട്ട് ചെയ്യുക എന്നുള്ള ഓപ്പറേഷനാണ് നോട്ട് ഓപ്പറേഷൻ്റെ കേസിൽ നടക്കുന്നത്. ഇപ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ ഇൻവേർട്ടായിട്ട് 1 ആകും, 1 ആണ് കിട്ടുന്നതെങ്കിൽ 0 ആകും. അത്ര മാത്രമേ അതിനകത്ത് സംഭവിക്കുകയുള്ളൂ. ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ എ 0 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് 1, എ 1 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് 0. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ടു വാല്യൂഡ് ബൂളിയൻ ആൽജിബ്രയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ടു വാല്യൂഡ് ബൂളിയൻ ആൽജിബ്രയിൽ നമ്മൾ ജസ്റ്റ് 0ഉം 1ഉം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് പെർഫോം ചെയ്യുന്നതൊക്കെ ബൈനറി ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ 0ഉം 1ഉം മാത്രമല്ല നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, കമ്പ്യൂട്ടർ ആവട്ടെ, കമ്പ്യൂട്ടർ സിസ്റ്റം ആവട്ടെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആവട്ടെ, ഡിജിറ്റൽ സർക്യൂട്ട്സ് ആവട്ടെ, അതിനകത്തൊക്കെ ബൈനറി ഇൻഫർമേഷൻസാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജാണ് അതിന് മനസ്സിലാകുന്നത്. അവിടെയും നമുക്ക് 0ഉം 1ഉം മാത്രമേ യൂസ് ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ
ബൂളിയൻ ആൾജിബ്രക്കകത്ത് നമ്മൾ ജസ്റ്റ് 0യും 1ഉം മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ. കാരണം മെഷീൻ ലാംഗ്വേജ് അതാണ്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. പിന്നെ അടുത്ത പോയിന്റ്, നമ്മളുടെ ടു വാല്യൂഡ് ബൂളിയൻ ആൾജിബ്ര ബൂളിയൻ ലോസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് ടൈപ്പിലുള്ള ബൂളിയൻ ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. ഐഡൻറ്റിറ്റി ലോ, കോംപ്ലിമെൻറ്റ് ലോ, ഐഡംപൊട്ടൻ ലോ, അബ്സോർപ്ഷൻ ലോ, ഡി മോർഗൻസ് തിയറം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ബൂളിയൻ ലോസ് അല്ലെങ്കിൽ ബൂളിയൻ റൂൾസ് അല്ലെങ്കിൽ ബൂളിയൻ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മളുടെ ടു വാല്യൂഡ് ബൂളിയൻ ആൾജിബ്രയും ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയപ്പെടുന്ന ബൂളിയൻ ആൾജിബ്രയുടെ ബേസിലാണ് നമ്മൾ ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സും കമ്പ്യൂട്ടർ ലോജിക്കൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് ബൂളിയൻ ആൾജിബ്രയാണ്. അതായത് നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ബൂളിയൻ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് ബൂളിയൻ ആൾജിബ്ര യൂസ് ചെയ്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സർക്യൂട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ആ സർക്യൂട്ട്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറും ഡിജിറ്റൽ സർക്യൂട്ട്സൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ബേസാണ് ടു വാല്യൂഡ് ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. പിന്നെ ഈ സിസ്റ്റം വൈഡ്ലി യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിലും ലോജിക് ഡിസൈനിലും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലൊക്കെയാണ്. കാരണം അതിനകത്തൊക്കെ പ്രോസസ്സ് ചെയ്യേണ്ട എന്താണ്, ബൈനറി ഇൻഫോർമേഷനാണ്. അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മൾ ഈ ബൂളിയൻ ആൾജിബ്ര യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ലോജിക്കൽ ഡിസൈനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. ബിക്കോസ് അതിൻ്റെയൊക്കെ ലാംഗ്വേജ് എന്താണ്, മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ ബൈനറി ലാംഗ്വേജ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇത്രയാണ് നമ്മളുടെ ടു വാല്യൂഡ് ബൂളിയൻ ആൾജിബ്രനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ബൂളിയൻ ആൾജിബ്രൻ്റെ തിയറംസ് ആണ് പഠിക്കാനുള്ളത്. കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വേണമെങ്കിൽ കേട്ടോ. നമുക്ക് ബൂളിയൻ ആൾജിബ്രയുടെ ഒരുപാട് തിയറംസ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ കഴിയില്ല, കാരണം ഒരുപാടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് ഐഡൻറ്റിറ്റി തിയറാണ്, പിന്നെ നൾ തിയറം അല്ലെങ്കിൽ ഡോമിനൻസ് തിയറം എന്ന് പറയും, പിന്നെ ഐഡംപൊട്ടൻ തിയറം, പിന്നെ കോംപ്ലിമെൻറ്റ് തിയറം, പിന്നെ ഇൻവല്യൂഷൻ തിയറം, പിന്നെ കമ്മ്യൂട്ടേറ്റീവ് തിയറം, അസോസിയേറ്റീവ് തിയറം, ഡിസ്ട്രിബ്യൂട്ടീവ് തിയറം, അബ്സോർപ്ഷൻ തിയറം, ഡി മോർഗൻസ് തിയറം. പിന്നെ അങ്ങനെ 10 ടൈപ്പിലുള്ള തിയറംസ് അല്ലെങ്കിൽ റൂൾസ് അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നമുക്ക് എന്തിൽ പഠിക്കാനുണ്ട്, നമ്മുടെ ബൂളിയൻ ആൾജിബ്രക്കകത്ത് പഠിക്കാണ്ട്. ബേസിക്കായിട്ട് നമ്മുടെ ടു വാല്യൂഡ് ബൂളിയൻ ആൾജിബ്രയിൽ തന്നെയാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. നമുക്ക് ഈ തിയറംസ് ഒക്കെ വെച്ച് എക്സാമ്പിളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഐഡൻറ്റിറ്റി തിയറിൽ ജസ്റ്റ് ഒരു വേരിയബിൾ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നൾഡിം തിയറത്തിലും അങ്ങനെ തന്നെ, ഐഡംപൊട്ടൻ തിയറത്തിലും അങ്ങനെ തന്നെ, കോംപ്ലിമെൻറ്റിലും അങ്ങനെ തന്നെയാണ്, ഇൻവല്യൂഷനിലൊക്കെ അത് തന്നെയാണ്. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് തിയറത്തിലെത്തുമ്പോൾ കണ്ടോ 2 വേരിയബിൾസ് ആണ്. അതാണ് ടു വാല്യൂഡ് ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. അസോസിയേറ്റീവിൽ വരുമ്പോൾ 3 വാല്യൂഡ് ആട്ടോ. അപ്പോൾ 3 വാല്യൂഡും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എ ബി സി എന്ന് പറഞ്ഞാൽ 3 വേരിയബിൾ വരുന്നില്ലേ. പിന്നെ ഡിസ്ട്രിബ്യൂട്ടും 3 വേരിയബിളാണ്. അബ്സോർപ്ഷൻ 2 വേരിയബിളാണ്, എയും ബിയും ഉള്ളൂ. പിന്നെ ഡി മോർഗൻസ് തിയറം വരുമ്പോഴും 2 വേരിയബിളാണ്. അപ്പോൾ 2 വാല്യൂഡ് ബൂളിയൻ ആൾജിബ്രയും 3 വാല്യൂഡ് ബൂളിയൻ ആൾജിബ്രയും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ തിയറംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 2 വാല്യൂഡ് ബൂളിയൻ ആൾജിബ്ര എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.